എൻ്റെ മോൻ്റെ സ്വപ്ന. ഞങ്ങളുടെ സഹോദരൻ നിസാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി നിസാമാണ്. ഞങ്ങൾ നിസാമിന് വേണ്ടി നിസാമിന്റെ കൂട്ടുകാർ പണിത് കൊടുത്ത വീടാണിത്. ഞങ്ങൾ ഈ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു വീടാണ്. അമ്മയുടെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണമെന്ന്. അപ്പം അതിനു മുമ്പേ നിസാം വിട പറഞ്ഞു. അതാണ് നിസാമിന്റെ കൂട്ടുകാരിലൂടെ നമുക്ക് യാഥാർത്ഥ്യമായത്. ദൈവമായിട്ടല്ലേ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം എൻ്റെ കുഞ്ഞു കണ്ടോളൂ. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിച്ച ഒരാളാണ്. പല കടകളിൽ ജോലി ചെയ്തും. പക്ഷെ അവന്റെ സ്വന്തമായിട്ട് കടപ്പാടം വേണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാക്ഷാത്കരിക്കുകയാണ്. 2 ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ലിവിംഗ് ഏരിയ, ഡൈനിങ്, കിച്ചൺ അടക്കമുള്ള ഒരു 1050 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും, സ്റ്റെയർ റൂം ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വീട് ഇവിടെ നിർമ്മിച്ച് നൽകുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ്. അമ്മയുടെ മോനായിരുന്നു നിസാം. 2 വർഷം മുമ്പാണ് നിസാം കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. നിസാമിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട്. 16 വർഷമായിട്ട് വാടകയ്ക്കാണ് നിസാമും കുടുംബവും ഉമ്മയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിസാമിനെ കൊണ്ടൊരു വീട് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം അവിടെ ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ അവര് ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു വീടാണ് പണിത് കൊടുത്തത്. അവന് സ്ഥലമില്ലായിരുന്നു. ഞങ്ങൾ ഈ കുണ്ടയം വാട്സാപ്പ് ഗ്രൂപ്പോട് ചേർന്ന് ഈ വസ്തുവിന് ഉടമയായ ഇബ്രാഹിമിനെ കണ്ടു. ഇങ്ങനെയുള്ള സംഭവം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒന്ന് നോക്കി ഇന്നതിൻ്റെ സ്ഥലം തരാമെന്ന് പറഞ്ഞു. സ്ഥലം തന്നു. ഈ വീട് വെക്കാൻ വേണ്ടി അന്ന് മുതൽ എല്ലാവരും, കുണ്ടയം മേഖലയായാലും വാട്സാപ്പ് ഗ്രൂപ്പായാലും പ്രവാസികളായാലും എല്ലാവരും അകമൊഴി, പ്രത്യേകിച്ച് നിസാമിനോട് എല്ലാവർക്കും സ്നേഹമാണ്. കുണ്ടയത്ത് നിസാം തന്നെ ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എനിക്കൊന്ന് ഈ ചാർന്ന മഴ തന്നെ അവൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണീരായിരിക്കാം.